ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ അതിപ്രകാരം വായിക്കുന്നു. അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിൻ്റെ യാഗങ്ങളെ ഇടിച്ചു, നിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്ക് ഏലിയാവിനോട് യോഹാനി വരുത്തുവാൻ ദൈവം ചോദിക്കുന്നു, നിനക്കിവിടെ എന്ത് കാര്യം? വാട്ട് ഫോർ ആർ യു ഹിയർ? നിനക്കിവിടെ എന്താണ് കാര്യം? നീ ഇരിക്കേണ്ട സ്ഥലം ഇവിടെയല്ല. ഈ ചോദ്യം നമ്മളോടും ചോദിക്കാം. നമ്മൾ ഇരിക്കരുതാത്ത സ്ഥലത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളോടും ചോദിക്കും, നിനക്കെന്താണ് ഇവിടെ ബിസിനസ്? നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നാം ആദ്യമായി ഏലിയാ പ്രവാചകനെ കാണുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം മുതലാണ് ഏലിയാവിനെ പറ്റി വായിച്ചറിയുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള ഒരു ഏലിയാവ്. ഇതിൽ കൂടുതലായി ഒരു വിശേഷണവും ഏലിയാവിനില്ല. എന്നാൽ മറ്റുള്ള പ്രവാചകന്മാരെ പറ്റി വായിക്കുമ്പോൾ യെശയ്യാവ്, യിരെമ്യാ ഇവരെപ്പറ്റി എഴുതുമ്പോൾ അവരുടെ കുടുംബം, ഗോത്രം, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, ഇങ്ങനെയെല്ലാം വിശദീകരണങ്ങളുണ്ട്. ഇത് ഒരു വിശദീകരണമില്ലാത്ത ഒരു ഗിലെയാദിലെ നിന്ന ഒരു മനുഷ്യൻ, വൺ മിസ്റ്റർ നോബഡി, ഇതാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഏലിയാവിന് വേറൊരു പേരുണ്ടായിരുന്നു, പ്രതിസന്ധിയുടെ പ്രവാചകൻ, പ്രോഫറ്റ് ഓഫ് കൗണ്ടർ കൾച്ചർ. തൻ്റെ സേവനകാലം വളരെ ചുരുക്കമെന്നാണ് ബൈബിൾ ചരിത്രം പറയുന്നത്. ചുരുങ്ങിയ കാലം. പക്ഷേ ആ ചുരുങ്ങിയ കാലത്തിൽ താൻ പ്രതിസന്ധികളെ അധികമായി നേരിട്ട ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ വേർപിരിയും വരയ്ക്കും പ്രതിസന്ധികളെ നേരിട്ട വ്യക്തിയായിരുന്നു. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ്. നാം കാണുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ശക്തനായ ആഹാബിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ഞാൻ പറയാതെ ഈ ദേശത്ത് മഴയോ മഞ്ഞോ ഉണ്ടാകുകയില്ല. പിന്നെ നാം കാണുന്നില്ല, അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. പിന്നെ നാം കാണുന്നത് കെരീത്തിൽ, അതിനുശേഷം സറാഫത്തിൽ. അതെല്ലാം വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ സമയമില്ല. പിന്നീട് നടന്ന കർമ്മയിലെ ബൈബിളിലെ നിർണായകമായ ഒരു സംഭവമാണ് കർമ്മയിൽ നടന്നത്. അത്ഭുത പ്രവൃത്തി ഏലിയാവ് ചെയ്തതോടെ ദൈവത്തെ അക്ഷരം പ്രതി അനുസരിച്ചു, വിശ്വസിച്ചു, കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ നിറവേറ്റിയ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ദൈവമായി അടുത്ത സമ്പർക്കം താൻ വച്ചിരുന്നു. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. കർമ്മേലിൽ താൻ ആദ്യമായി ചെയ്തത് തകർന്നു കിടന്ന യാഗപീഠം പുതുക്കി പണിക. എന്താണ് ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്?